സുമേച്ചി, സുമേച്ചി, മാഡത്തിനൊന്ന് വിളിച്ചേ. മാഡം ഇവിടെ ഇല്ല. യദുക്കുട്ടനെ കൊണ്ട് സ്കൂളിൽ പോയിരിക്കുക. സ്കൂളിൽ എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റൊന്നുണ്ടോ? അറിഞ്ഞൂടാ. എപ്പോ വരും? അറിയില്ല. സുമേച്ചി, മാഡത്തിന് എന്താ പറ്റിയത്? എന്തിനിങ്ങനെ തുടർച്ചയായിട്ട് ലീവ് എടുക്കുന്നത്? ഇപ്പോ എന്ത് ചോദിച്ചാലും ഒരു ഒഴിഞ്ഞു മാറ്റുവാ. എന്താ അതിന്റെ കാരണം? സുമേച്ചി എന്നോട് പറയൂ. സുമേച്ചിയാണ് അത് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ ആരോടും പറയില്ല. എനിക്ക് കാര്യം അറിയാൻ വേണ്ടിയാ. സർ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കുറെ നാളായി. ഇപ്പൊ കുറച്ചു നാളായിട്ട് കാണാനും കേൾക്കാനും പാടില്ലാത്ത കാര്യങ്ങളാ ഈ വീട്ടിൽ നടക്കുന്നത്. അതെന്താന്ന് പറയാൻ എനിക്കറിയില്ല. മാഡം പാവാ, വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതേ എനിക്ക് പറയാൻ അറിയൂ. യദുമോന്റെ സ്കൂളില് മീറ്റിംഗ് മറ്റുണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്തിനാ അവനെ കൊണ്ടുപോയാക്കിയത്? അരുൺ എന്തിനാ വന്നേ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. മാഡത്തിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഹോസ്പിറ്റൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അല്ലാതെ എനിക്ക് സംസാരിക്കണം. ഹോസ്പിറ്റലിലെ കാര്യങ്ങളല്ലാതെ വേറൊന്നും അരുൺ പറയണ്ട. കേൾക്കാനും താല്പര്യമില്ല. മാം, എന്തിനാ എന്നോട് ഇങ്ങനെ അകൽച്ച? ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിൽ നിന്നും മാഡം എന്തിനിങ്ങനെ അകന്നു മാറുന്നത്? അരുൺ പ്ലീസ് പോവാൻ നോക്ക്. അങ്ങനെ പോവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാഡത്തിന്റെ ടെൻഷന്റെ കാര്യം എനിക്കൊന്ന് അറിയണം. അല്ലാതെ പോവാൻ എന്നോട് പറയരുത്. നോക്കരുൺ, തന്നോട് നല്ല രീതിയിൽ മാത്രം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വീട്ടിലേക്കുള്ള അരുണിന്റെ വരവ് എനിക്ക് വിലക്കേണ്ടി വരരുത്. വിലക്കാനോ? അപ്പോ തെറ്റുകാരൻ ഞാനാണോ? എനിക്ക് ആരുടെയും തെറ്റും ശരിയും ഒന്നും അറിയില്ല. എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുമോ? ഒന്ന് പോവാനുള്ള മനസ്സ് കാണിക്കൂ. മാമിനെ വിഷമിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. പക്ഷേ എന്താണെന്നറിയില്ല മാം. കുഞ്ഞുനാൾ മുതൽ അവഗണനകളും ഒഴിവാക്കലുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ആഴത്തിലുള്ളൊരു വേദന മാഡം ഇപ്പം എനിക്ക് തരുന്നുണ്ട്. ഒരു അനാഥച്ചക്കനെ ഒഴിവാക്കാൻ എളുപ്പമോ? പക്ഷേ ഞാനത് മാഡത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ മരണം വരെ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മാഡത്തിന്. സുമ, അരുൺ വന്നിട്ട് ഒരുപാട് നേരമായോ? വന്നേ ഉള്ളൂ. നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ചോദിച്ചു. പറഞ്ഞോ എന്തെങ്കിലും? ഇല്ല മാഡം. പറയരുത്. അവനൊന്നും അറിയരുത്. അരുൺ ഇവിടെ വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറ്റുമെങ്കിൽ സുമ അവനോടൊന്ന് പറയേ. വരാതിരിക്കട്ടെ. അരുൺ സാർ പാവല്ലേ മാഡം? അതെ. പക്ഷെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്നവർക്ക് കരുണയുണ്ടാവില്ല. അവനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. സ്നേഹ, ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അരുണിപ്പോ എന്നെ വിളിച്ചിരുന്നു. അവൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ഡോക്ടർ മൈഥിലി അവനെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന പോലെ സംസാരിച്ചതെന്ന് പറഞ്ഞു. മോളെ, കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നീയാണ് ഇതിന്റെ പുറകിലെങ്കിൽ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചേ പറ്റൂ. പറയാനുള്ള കാര്യങ്ങള് ഞാൻ അച്ഛനോട് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ എന്തിനെങ്ങനെ ചോദിക്കുന്നേ? എങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറ. വിവാഹ തീരുമാനത്തിൽ നിന്ന് നീ പുറകിലേക്ക് പോകാനുള്ള കാര്യം എന്താ? അതെന്റെ വ്യക്തിപരമായ കാര്യ. അതും ഡോക്ടർ മൈഥിലിയുടെ ഇഷ്യൂ ആയിട്ട് കൂട്ടിക്കുഴക്കേണ്ട.
നിനക്ക് ഞാൻ അല്പം സ്വാതന്ത്ര്യം കൂടുതൽ തന്നിട്ടുണ്ട്. അവസാനം അതെനിക്ക് ബാധ്യതയാവരുത്. അച്ഛനെനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ലെന്ന് ഞാൻ ഒരു കാലത്തും പറയില്ല. ഇപ്പോഴല്ല, കുഞ്ഞുനാള് മുതൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റേതായ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത്. അച്ഛൻ തന്ന സ്വാതന്ത്ര്യം ഞാൻ ഇതുവരെ മോശമാക്കിയിട്ടില്ല. നീ കൂടുതലൊന്നും പറയണ്ട. മൈഥിലിയുടെയും അരുണിന്റെയും ബന്ധത്തിൽ ഒരു വിള്ളൽ വീണിട്ടില്ല. അതിന് കാരണമായത് ഒരേ ഒരു ദിവസമാണ്, മൈഥിലിയുടെ വീട്ടിൽ നീ തങ്ങിയ ആ ദിവസം. അന്നൊന്നും സംഭവിച്ചിട്ടില്ല നീ പറഞ്ഞാൽ അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കള്ളമാ. അത് വിശ്വസിക്കുക എനിക്ക് പറ്റില്ല, നമുക്ക് ചുറ്റുമുള്ള ആർക്കും പറ്റില്ല. മനസ്സിലായോ? എങ്കിൽ പിന്നെ എനിക്കുള്ള ശിക്ഷ കൂടി വിധിക്ക്. എന്താ, ജീവപര്യന്തോ അതോ തൂക്കിക്കൊല്ലാനോ? നീ എന്താ എന്നെ കളിയൊക്കെയാണോ? ദേ നോക്ക്, ഇത്രയും സ്വാതന്ത്ര്യം തന്ന നിന്നോട് കർക്കശക്കാരനൊരു അച്ഛനാവണമെന്ന് തീരുമാനിച്ചാൽ ഈ നിമിഷം എനിക്ക് പറ്റും. അരുണുമായിട്ടുള്ള വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ കഴിഞ്ഞു പോയതൊക്കെ. അതൊരു അച്ഛന് പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുന്നതല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ വിവാഹത്തിന്റെ കാര്യം. ഞാനൊരു തീരുമാനം എടുത്താൽ അത് അതുപോലെ നടന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അച്ഛനും മകളുമായുള്ള സ്നേഹബന്ധം ഇതുപോലെ തുടർന്നു വരില്ല. അച്ഛനോട് പിണങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വിവാഹ കാര്യത്തില് ആവശ്യമില്ലാതെ എന്നെ നിർബന്ധിച്ച അച്ഛനെന്നല്ല ആരായാലും ഞാൻ ചിലപ്പോ പിണങ്ങും. ഞാൻ ചിലപ്പോ വിവാഹം കഴിച്ചില്ല എന്ന് വരും. അതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അതിനിപ്പോ നാട്ടിൽ നല്ല വിലയുണ്ട്. നീ പറഞ്ഞല്ലോ വ്യക്തിപരമായ സ്വാതന്ത്ര്യമെന്ന്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നീ വളർന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ നിന്റെ സ്വാതന്ത്ര്യം അച്ഛന്റെ സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ടാവരുത്. അതോർത്തോ? മൈഥിലി, ഇവിടെ ആരും ഇല്ലേ സുമേ? മാഡം മാത്രമേ ഉള്ളൂ, മുറിയില്ല. സാരംഗ എവിടെ പോയി? സാർ ഓഫീസിലേക്ക് പോയി. ആ ആ അച്ഛനും അമ്മയൊന്നും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങള് നീ ഞങ്ങളെ വിളിച്ചും പറയാറില്ലല്ലോ. എന്തൊക്കെയാ മോളെ ഇവിടെ സംഭവിച്ചത്? ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് കുട്ടിച്ചനാ. പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഇവിടെ പരസ്പരം കൊല്ലല് പോലും നടക്കുന്ന കുട്ടിച്ചൻ പറഞ്ഞത്. അതിന് കുട്ടിച്ചനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആരോ പറഞ്ഞെന്നും അറിയില്ല. സാരംഗിനെ വിളിച്ച് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. പറയാനുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇനി അത് പറയാൻ പറ്റിയെന്ന് വരില്ല. വേണ്ടച്ചാ, സാരംഗ് വരട്ടെ. എന്തൊക്കെയാ മോളെ കേൾക്കുന്നേ? എന്തൊരു നാണം കെട്ട കഥകളാ. അച്ഛനും അമ്മയ്ക്കും സാരംഗ് പറയുന്നതിന്റെ കൂടെ നിൽക്കാനല്ലേ പറ്റൂ. ആര് പറഞ്ഞു? ഇന്ന് വരെ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു കാര്യം കേട്ടോ, അതിന്റെ ന്യായം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നു. നിന്നെ അവൻ സംശയിക്കുന്നു എന്ന് കേട്ടപ്പോ ആ നിമിഷം മുതല് അമ്മയുടെ കൈതരിച്ചു തുടങ്ങിയതാ. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഞാൻ പ്രസവിച്ച് വളർത്തിയത്. വേറൊരാളെ കുറിച്ചായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ ഇത്രയും സങ്കടപ്പെടില്ല, ഇത്രയും നാണക്കേട് തോന്നില്ല. അരുണൊരു പാവമേ. ചില സമയത്ത് ഏത് കുട്ടിന്റെ വളർച്ച പോലും ഇല്ലാത്തൊരു പാവം. അവൻ ഈ കുടുംബത്തിനോട് ഇത്ര അടുപ്പം കാണിക്കുന്നത് എന്തിനാന്നറിയോ? അവന് വേറെ ആരുമില്ല. ആ സങ്കടം മുഴുവൻ അവൻ തീർക്കുന്നത് എന്നെയും സാരംഗിനെയും മക്കളെയൊക്കെ സ്നേഹിച്ചോണ്ടാ. ഇത്ര അഴുക്ക് നിറഞ്ഞൊരു കാര്യം എന്നോട് എങ്ങനെ അമ്മ പറയാൻ പറ്റുന്നത്? മോളെ, അരുണിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ അവനോട് കാണിക്കുന്ന വാത്സല്യവും നന്നായിട്ട് അറിയാം. മനുഷ്യരായിട്ട് പറഞ്ഞവര് നിങ്ങളുടെ ബന്ധത്തിനെ ചോദ്യം ചെയ്യില്ല, സംശയിക്കേയില്ല. സാരംഗ് നിന്നെ വിവാഹം കഴിച്ച നിമിഷം മുതല് ഞങ്ങള് സ്വന്തം മോളായിട്ടാ നിന്നെ കാണുന്നേ. അവൻ എന്തെങ്കിലും ഒരു കെട്ടുകഥ പറഞ്ഞാല് നിന്നെ ഞങ്ങള് വെറുക്കില്ല. അവന് ജയിക്കാൻ വേണ്ടി പറഞ്ഞതായാലും നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായാലും അത് ചോദിക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് നിന്നോടൊരു കടമയുണ്ട്, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എല്ലാരും വരട്ടെ. ഇന്ന് രാവിലെ യദുക്കുട്ടന് സ്കൂളിൽ പോകാൻ മടിച്ചു.
അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നത് പേടിയാന്ന് അവൻ പറഞ്ഞത്. ശരിക്കും എൻ്റെ ഉള്ളിൽ ആ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തോറ്റുപോയിട്ടില്ലെന്ന് ഇപ്പോഴൊരു വിശ്വാസം തോന്നുന്നു എനിക്ക്. എന്തോ ഒരു കാലക്കേടാണ് മോളെ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോ എല്ലാം ശരിയാവാൻ വേണ്ടിയാവും ഞങ്ങളുടെ ഈ വരവ്. ഞങ്ങള് മാത്രമല്ല, നിന്റെ അച്ഛനും വരുന്നുണ്ട്. അതും കുട്ടിച്ചൻ തന്നെ അറിയിച്ചത്. സ്വന്തം കുടുംബത്തില് അബദ്ധങ്ങളൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബനാഥൻ, അതാണ് കുട്ടിച്ചൻ. ഏതായാലും അദ്ദേഹം അത് പറഞ്ഞു നന്നായി. അല്ലെങ്കിൽ നീയോ സാരംഗോ പറഞ്ഞിട്ട് ഞങ്ങളത് അറിയില്ലായിരുന്നു. അതെ, കത്തുന്നതെല്ലാം കെടുത്തണം മോളെ, അല്ലെങ്കിൽ അത് വല്ലാതെ ആളിപ്പടരും. ഹലോ, എന്തു പറ്റി? എന്നിട്ട് അരുൺ എവിടെ? ഓക്കെ, ഞാനിപ്പോ തന്നെ വരാം. അച്ഛാ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം. അവിടെ ഒരു ICU പേഷ്യന്റ് ട്രീറ്റ്മെന്റില് അരുണിന്റെ ഭാഗത്തുനിന്ന് എന്തോ അബദ്ധം പറ്റി. അവനിവിടെ എന്നെ കാണാൻ വന്നപ്പോ ഞാൻ അല്പം ദേഷ്യപ്പെട്ടിട്ട് ഇറക്കി വിട്ടെ. എനിക്കെന്തായാലും പോവാതെ പറ്റില്ല. മോള് പോയിട്ട് വാ. അവിടെ ചെന്ന് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്തിട്ട് വന്നാ മതി. അമ്മ വരൂ. ആ, വാട്ട് ഹാപ്പൻഡ്? ആ ബെഡ് നമ്പർ 2-ലെ പേഷ്യന്റിന് സാർ ഒരു ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്തു. ഞാനത് എടുക്കുകയും ചെയ്തു. പക്ഷേ എന്താ പ്രോബ്ലം? സാറ് പ്രിസ്ക്രൈബ് ചെയ്ത ആ ഇഞ്ചക്ഷൻ മാറിപ്പോയി മാഡം. മൈ ഗോഡ്. അവർ പേഷ്യൻ്റെ റിലേറ്റീവ്സ് ആണ് മാഡം. അവർക്ക് എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. രാവിലെ ഞങ്ങൾ കൊച്ചിനെ കണ്ടതാന്നേ. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാ? ഞാൻ നോക്കിക്കോളാം, ഡോണ്ട് വറി. ശരി. ഇത് കഴിക്കുക. എനിക്ക് വേണ്ട. എനിക്കിങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല. കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇത് കഴിക്കുക. കൊല്ലുകയാ ഇതിലും ഭേദം. താനിത് കഴിക്കുക ലക്ഷ്മി. എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട്. കഴിക്കേ. എല്ലാം കൂടി കുളമാക്കിയല്ലേ. ആ കുടുംബത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് നിങ്ങളാ. എന്നിട്ട് മൈഥിലിയെയും സാരംഗിനെയും ആ കുടുംബത്തെയും കുറിച്ചോർത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നിങ്ങളാ. പരിഹരിക്കാൻ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തുന്നതും നിങ്ങളാ. ഗംഭീരമാകുന്നുണ്ട്. പക്ഷേ അവരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ തനി സ്വഭാവം തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ. സാരംഗിന്റെ അച്ഛനമ്മമാരും മൈഥിലിയുടെ അച്ഛനും വരുന്നത് ആ കുടുംബത്തെ ഒന്നിപ്പിക്കാനല്ല, പിരിക്കാനാ. നാളെ ഞാനും നീയും കേൾക്കുന്ന വാർത്ത അതായിരിക്കും. പിരിയട്ടെ, അല്ലെങ്കിൽ പരസ്പരം വെട്ടി ചാവട്ടെ. അതിന് നിരക്കെന്താ? എനിക്ക് ചതിക്കാൻ അറിയില്ല, അതുകൊണ്ടാ കൂട്ടു നിൽക്കാൻ പറ്റാത്തത്. ലക്ഷ്മി, നീ ഇങ്ങനെ വല്ലാണ്ട് പ്രതിഷേധിക്കുമെന്ന് അറിഞ്ഞിട്ടായിരിക്കും ദൈവം നിന്നെ ഈ കിടപ്പ് കിടത്തിയത്. അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് പോവുമായിരുന്നില്ലേ, എന്നെ ഒറ്റിക്കൊടുക്കുമായിരുന്നില്ലേ? അപ്പോ ഇതിന്റെയൊക്കെ പുറകിൽ ആരോ ഉണ്ട്. ഉണ്ട്. എല്ലാത്തിനും പുറകിൽ
ദൈവം ഉണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങളുടെ മുന്നിലും പിന്നിലും ഉള്ളിലും ചെകുത്താനാ. ആ ആയിക്കോട്ടെ, എന്തായാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ ലക്ഷ്മി. നീ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കാവുന്ന അത്ര പ്രതിഷേധിച്ചോ. എനിക്ക് ചെയ്തു തീർക്കാൻ കാര്യങ്ങൾ വേറെ ഉണ്ട്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കേണ്ടി വരും നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ. വേണം, നീ തന്നെ പ്രാർത്ഥിക്കണം. കാരണം കുട്ടിച്ചനോട് അത്രയും കടപ്പാടുള്ളവളല്ലേ നീ. ഇതൊന്നും കേട്ടാലൊന്നും കുട്ടിച്ചൻ കുലുങ്ങില്ല ലക്ഷ്മി. ഞാൻ തീരുമാനിച്ചതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. അരുൺ ഇരിക്ക്. വേണ്ട മാം. ഇരിക്ക്. മാം, റിയലി സോറി മാം. കഴിഞ്ഞോ? ആ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഈ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താവുമായിരുന്നു? എനിക്ക് മനസ്സിലൊരു സ്വസ്ഥതയില്ലായിരുന്നു. സോ വാട്ട്? ഇവിടെ കിടക്കുന്ന പേഷ്യൻസ് നിങ്ങളുടെ സ്വസ്ഥത പരിശോധിക്കാനുള്ള ഉപകരണമൊന്നുമല്ല. സോറി, പറ്റിപ്പോയി. എന്നെ ഈ അവസ്ഥയിലാക്കിയത് മാം തന്നെയാണ്. ഓ, അപ്പൊ ഞാനാണ് കുറ്റക്കാരി? അതല്ല ഞാൻ പറഞ്ഞത്. എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരു ഭ്രാന്ത് പോലെ ആയിപ്പോന്നു. ഞാൻ ബോധപൂർവം ചെയ്തതല്ല മാം. മിസ്റ്റർ അരുൺ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണിത്. ആ പേഷ്യന്റിനൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചെയ്തോളൂ മാം. എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എന്ത് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാന്നൊക്കെ പറയുമ്പോ നിങ്ങളെന്തോ മഹാമനസ്കനാണെന്ന് തെറ്റിദ്ധരിക്കും. ചെയ്ത കാര്യേ ഒരു കൊലപാതകത്തിന് തുല്യ. അറ്റ്ലീസ്റ്റ് അതിന്റെ ഗൗരവമെങ്കിലും മനസ്സിലാക്കി സംസാരിക്കേ. മാം പ്ലീസ്, ഇതിൽ കൂടുതൽ എന്തെങ്കിലും മാം പറഞ്ഞാൽ ഞാൻ പറയും. എന്റെ ഡ്യൂട്ടി അതും കൂടി ഉൾപ്പെട്ടതാ. ഒരു സ്ഥാപനം നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ വിട്ടെറിഞ്ഞു പോണം മിസ്റ്റർ. അല്ലാതെ ആ സ്ഥാപനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരല്പം സ്വാതന്ത്ര്യം കൂടിപ്പോയി. ഇനി ഞാനത് കൺട്രോൾ ചെയ്തോളാം. അപ്പൊ പിന്നെ അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇനി ICU പേഷ്യൻസിന്റെ ചുമതല ഡോക്ടർ അരുൺ നോക്കണമെന്നില്ല. നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ എന്റെ രോഗികളെ ബാധിക്കാതെ ഞാൻ നോക്കണമല്ലോ. മാം, ഇങ്ങനെ ഒരു അന്യനെ പോലെ എന്നോട് സംസാരിക്കരുത്. എനിക്കത് താങ്ങാനാവുന്നില്ല. മാം എന്നെ വഴക്ക് പറഞ്ഞോ, വേണമെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടോ. പക്ഷെ ഞാനിപ്പോഴും പഴയ അരുണാണ്. എന്നോടൊരു നല്ല വാക്കെങ്കിലും. ഞാൻ കൊടുക്കുന്ന റിപ്പോർട്ടിൽ മാനേജ്മെന്റ് എന്ത് തീരുമാനം എടുക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ തുടരണമെന്നാണ് ഡോക്ടർ അരുണിന്റെ തീരുമാനമെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ അന്തസ്സിന് ഹാനി വരുത്തുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഈ ജോലി വെറും തൊഴിലായി കാണുന്ന ചിലരുണ്ട്. അവർക്ക് ഈ കഴിപ്പിഴയൊക്കെ ചിലപ്പോൾ നിസ്സാരമായിരിക്കും. പക്ഷേ അത്തരം ആളുകളോട് എനിക്ക് പുച്ഛമാണ്, പരമപുച്ഛം. മാം